ഹലോ ഗൈസ്, വെൽക്കം ടു ട്രാവൽ ബബ്സ്. അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് എയർപോഡ് പ്രോയാണ്. അപ്പോൾ 2022 എയർപോഡ് പ്രോ എടുക്കുന്നത് കൊണ്ട് ബെനിഫിറ്റ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എയർപോഡ് 3 ഇറങ്ങിയിട്ടുണ്ടെങ്കിലും എയർപോഡ് 3ക്ക് ഞാൻ ഡീറ്റെയിൽസ് എടുത്ത് നോക്കിയപ്പോഴത്തേനും വോയിസ് ക്യാൻസലേഷൻ ഇല്ല. അപ്പോൾ വോയിസ് ക്യാൻസലേഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ സംസാരിക്കുമ്പോഴൊക്കെ ബെറ്റർ ആണെങ്കിലും അതിനേക്കാളും ബെറ്ററാണ് വോയിസ് ക്യാൻസലേഷനുള്ള എയർപോഡ് പ്രോ. അതുപോലെ തന്നെ മാക്സേഫ് ചാർജിങ് കേസ് മീൻസ് ഈ കേസ് മാക്സേഫുമായിട്ട് ചാർജ് ചെയ്യാൻ കാപ്പബിലിറ്റി ഉള്ള ഒരു കേസാണ്. സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞാൽ ഇതിന് ബഡ്സ് ഉണ്ട് പ്രോയ്ക്കകത്ത്. ബഡ്സ് ഉള്ളത് ഒരു നല്ല കാര്യമാണെന്ന് ചോദിച്ചാൽ സംടൈംസ് ഇത് നല്ലൊരു കാര്യമാണ്. കാരണം കുറച്ചുകൂടെ ബെറ്റർ സൗണ്ട് എഫക്റ്റ് നമുക്ക് ചെവിയിൽ വേറെ വെളിയിൽ നിന്നുള്ള വോയിസിനേക്കാളും കിട്ടും. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാട്ട് കേൾക്കാൻ കുറച്ചും കൂടെ ബെറ്ററാണ്. വേറെ എയർപോഡ്സിനേക്കാളിലും ഇത് കുറച്ചുകൂടെ ബെറ്ററാണ് പാട്ട് കേൾക്കാൻ. പിന്നെ ഡ്രോബാക്സ് എന്ന് പറയുമ്പോഴത്തേനും വൈറ്റാണ് ബഡ്സ് വരുന്നത്, അതുകൊണ്ട് അഴുക്കാവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് എയർപോഡ് പ്രോ എനിക്ക് വലിയ താല്പര്യം ഇല്ലായിരുന്നുവെങ്കിലും രണ്ടും തമ്മിലുള്ള ഒരു കമ്പാരിസൺ നോക്കിയപ്പോഴത്തേന് ഇത് എന്നാ പറയുക, വോയിസ് ക്യാൻസലേഷൻ ഉണ്ട്, ആക്റ്റീവ് വോയിസ് ക്യാൻസലേഷൻ ഉള്ളൊരു സാധനമാണ്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉള്ളതുപോലെ തന്നെ ഡിസൈൻഡ് ബൈ ആപ്പിൾ, കാലിഫോർണിയ ആൻഡ് മെയ്ഡ് ഇൻ ചൈനയാണ്. പക്ഷേ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പ്രോഡക്റ്റ് വന്നിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണ്. അപ്പോൾ ഇത് അയർലൻഡിൻ്റെ പ്രോഡക്റ്റാണ്. ബട്ട് വലിയ പ്രത്യേകതയൊന്നുമില്ല. ഇതിൻ്റെ കമ്പനി അയർലൻഡിലുണ്ട്, അവിടുന്ന് വന്നു എന്നല്ലാതെ ബാക്കി കാലിഫോർണിയ ഡിസൈൻഡ് ആൻഡ് ചൈന മെയ്ഡാണ് എന്ന് പറഞ്ഞാൽ സെയിം ലൈക്ക് എപ്പോഴും ഉള്ള ആപ്പിളിൻ്റെ ഒരേ ഇത് തന്നെയാണ്. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇപ്പോൾ പൊട്ടിക്കുമ്പോൾ തന്നെ നല്ലൊരു ഷേപ്പിൽ തന്നെയാണ് ഇളകി വരുന്നത്. അത് പറഞ്ഞ ഉടനെ തന്നെ നല്ല ഷേപ്പ് പോയി. അപ്പം പ്ലാസ്റ്റിക് കൊണ്ട് എയർപോഡ് 3യിലും പ്ലാസ്റ്റിക് ഉണ്ട് കേട്ടോ. ഒരു പ്ലാസ്റ്റിക് ഒഴിവാക്കി എന്ന് പറയുമെങ്കിലും എയർപോഡിൽ 3യിലും ഉണ്ട്, ഇതിനകത്തും ഉണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. തുറക്കുമ്പോൾ തന്നെ ഒരു ബുക്ക്ലെറ്റ് ആവാനാണ് സാധ്യത. ഡിസൈൻഡ് ബൈ ആപ്പിൾ ഇൻ കാലിഫോർണിയ എന്നാണ് ഡിസൈൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ഇതിനകത്തൊരു ബുക്ക്ലെറ്റ് ഉണ്ട്, ഹൗ ടു കണക്ട്, അതൊക്കെയാണ്. കണക്ട് എയർപോഡ് പ്രോ ഹോൾഡ് നിയർ ഡിവൈസ് ടു സെറ്റപ്പ്. അപ്പം 5 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസ് വെച്ച് കഴിഞ്ഞാൽ ഇത് കണക്റ്റ് ആവുന്ന ഉള്ളൂ. അപ്പോൾ ഇത് കണക്ഷൻ ഗൈഡാണ്. അതുപോലെ തന്നെ നമുക്ക് എയർ ടിപ്സ് ഇതിൻ്റെ അകത്തുണ്ട്. മീൻസ് ബഡ്സ് നമുക്ക് പല സൈസിലുള്ളതുണ്ട്, അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും നമ്മുടെ ചെവിയുടെ ഇതനുസരിച്ചിട്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ഗ്രീൻ കാണിക്കുന്നതും ഈ ഡോട്ട് കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ ടാപ്പ് ആണെങ്കിൽ പ്രസ് ടു പ്ലേ ഓർ പോസ് സോങ് ആണ്. ആൾസോ നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ ഡബിൾ ടാപ്പ് ആണെങ്കിൽ ഫോർവേഡും, ട്രിപ്പിൾ ടാക്ക് ആണെങ്കിൽ ബാക്കുമാണ്. പിന്നെ സിറി പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി സിറി ആക്ടിവേറ്റ് ആവും. പിന്നെ നമുക്ക് വോയിസ് ക്യാൻസലേഷൻ ചെയ്യാനായിട്ട് ഇവിടെ പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വോയിസ് ക്യാൻസലേഷനും ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ബുക്ക്ലെറ്റിലുള്ളത്. സ്റ്റിക്കറില്ല. ഇത്രയും സാധനങ്ങളാണ് ബുക്ക്ലെറ്റിലുള്ളത്. അത് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറുക്കനാണ്. അപ്പോൾ ഇതാണ് എയർപോഡ് പ്രോ. അപ്പോൾ ഇതേ സെയിമിൽ ജോയി റൂമൊക്കെ സാധനം ഇറക്കുന്നുണ്ട്, ചാത്തൻ. അപ്പോൾ ഇത് അതല്ല, ഒറിജിനൽ എയർപോഡ് പ്രോയാണ്. ഓക്കെ, അപ്പം ഇതാണ് ആ സാധനം. ഇതിൽ എഴുതിയിട്ടുണ്ട് ഡിസൈൻഡ് ബൈ ആപ്പിൾ ഇൻ കാലിഫോർണിയ ആൻഡ് മെയ്ഡ് ഇൻ ചൈന എന്നുണ്ട്. എനി ഹൗ ഇതാണ് സാധനം. അപ്പം എടുത്തപ്പം തന്നെ ലൈറ്റ് ഇതായിട്ടുണ്ട്. അപ്പോൾ ഇത്
എല്ലാ എയർപോഡിനേക്കാളിലും കുറച്ചും കൂടെ ചെറിയ സൈസാണ്. അപ്പോൾ ഇവിടെ സ്വിച്ച് വരുന്നുണ്ട്, ഇവിടെയാണ് സെൻസർ വരുന്നത്, പിന്നെ ഇവിടെ സ്പീക്കറാണ് കേട്ടോ. ഇവിടെ സ്പീക്കർ, ഇവിടെ എന്താണെന്നറിയില്ല, ജസ്റ്റ് ഡിസൈനാണ്, ഒന്നുമില്ല കേട്ടോ ഇവിടെ. പിന്നെ ഇവിടെ ഇയർബഡ്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇനി നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു സാധനം കൂടെ ഉണ്ട്. ഇതിനകത്ത് വീണ്ടും ഇയർബഡ്സ് 2-3 ഉണ്ട്, പ്ലസ് എന്തായാലും ഒരു ചാർജിങ് കേബിളും കൂടെ കിട്ടിയിട്ടുണ്ട്. അതും സി ടൈപ്പാണ്, മറ്റേത് ആപ്പിളിൻ്റെ നോർമലാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ബോക്സിന് ഇൻസൈഡുള്ളത്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ ഒരു യൂസർ റിവ്യൂ ഇടുന്നതായിരിക്കും. ഇപ്പോൾ എന്തായാലും എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല, ഐഫോണിലാണ് ഞാനിപ്പം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം വേറെ ഫോണിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ ഇത് കണക്ട് ചെയ്ത് കാണിക്കാം. പിന്നെ മറ്റേ ചാത്തിന് വരുന്നോട്ട് കേസൊന്നും ഇതിൻ്റെ കൂടെ കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എയർപോഡ് പ്രോയുടെ അൺബോക്സിങ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.